യവനിക എന്ന സിനിമയിലൂടെയാണ് ശ്രീ മമ്മൂട്ടി പിന്നെ കൂടുതൽ ജനകീയമായത്, ശ്രദ്ധിക്കപ്പെട്ടത്. യവനികയിലെ പോലീസ് ഓഫീസറാണ് മമ്മൂട്ടിയിൽ എല്ലാത്തരം വേഷങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അത് KG ജോർജ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ്റെ വിജയമായിട്ട് അതിനെ കാണാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ പ്രേക്ഷകർക്ക്. ഇന്ന് ഒരു മമ്മൂട്ടി ചിത്രം അന്നത്തെ പോലെ ചെയ്യാൻ അങ്ങേക്ക് മനസ്സുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ മുന്നോട്ട് വന്ന് അങ്ങനെ മുമ്പോട്ട് എടുക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്നത്തെ നടൻ്റെ പ്രത്യേകിച്ചും താരങ്ങളുടെ ഒരു സമീപന രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ടി വിയെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് പടം എടുക്കുന്നത് തന്നെ. അപ്പോൾ അവരിൽ നിന്നും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അപ്പം അങ്ങനെ ആ രീതിയിൽ കാലത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മുടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം മലയാള സിനിമയിലെ മീഡിയോക്കർ സിനിമയുടെ പിന്നെ എന്നും ഒരു പ്രവാചകന്മാരായിരുന്നു KG ജോർജ്, ഭരതേട്ടൻ, പത്മരാജൻ സാറ്, പിന്നെ അതുപോലെ പിന്നെ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി മാറി അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കലാപരമായിട്ടുള്ള സിനിമകൾ മാത്രം ചെയ്യുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമകളിൽ ഇപ്പോഴും അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ജോർജ് മാഷിനെ പോലെ KG ജോർജ് സാറിനെ പോലെ ഒരാൾ തിരിച്ച് അതുപോലെ ഒരു മീഡിയോക്കർ സിനിമയുടെ വക്താവായിട്ട്, കാര്യം കേരളത്തിലെ ജനങ്ങൾ അങ്ങേ മറന്നിട്ടില്ല, അങ്ങയുടെ സിനിമകൾ മറന്നിട്ടില്ല. അത് ശരിയാണ്. പക്ഷേ ഞാനൊരു കാര്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവരെ എത്ര വലിയ താരങ്ങളായി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ താരങ്ങളുടെ പുറകെ പോയിട്ടുള്ള ഒരു നടനായിട്ട് ഒരു ഡയറക്ടറായിട്ട് എന്നെ കാണണ്ട. മമ്മൂട്ടിയെ എത്ര ആഗ്രഹിച്ചാലും ഞാൻ ആഗ്രഹിച്ചതിന് മാത്രമേ എൻ്റെ അടുത്ത് അത് അഭിനയിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാതെ ഉള്ള അതൊരു സിനിമയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ല ഞാൻ പറയുന്നത്. താങ്കൾ ഒരുപാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകൾ ഒരുപാട് കയറി ഇറങ്ങിയ ഒരു സംവിധായകനാണ്. അത്തരമൊരു കഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങേക്ക് എക്കാലത്തെയും ഫേവററ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ തിലകൻ ചേട്ടനും, നെടുമുടി വേണുവും, ജഗദീഷ് ശ്രീകുമാറും, മമ്മൂട്ടിയൊക്കെ. ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരെ കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാസ്റ്റ് ചെയ്താൽ ഒരിക്കലും ശരിയാവില്ല. കാരണം അന്ന് മമ്മൂട്ടിക്ക് കൊടുത്തത് എനിക്ക് തോന്നുന്നു 10,000 രൂപയായിട്ടായിരുന്നു മാക്സിമം അപ്പോൾ കൊടുത്തത്. അപ്പോൾ ഇന്ന് മമ്മൂട്ടി അടുത്ത് നമ്മൾ 10,000 രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ എന്ന് പറയുന്നത് വീണ്ടും പുനരാവിഷ്കരിക്കാൻ ഞാൻ തയ്യാറില്ല. അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സാമ്പത്തിക വശമാണോ? സാമ്പത്തിക വശമാണ് ഒരു പ്രധാന കാര്യം. പക്ഷേ സാമ്പത്തികത്തിനനുസരിച്ചാണ് അവരുടെ താരമൂല്യം, വാല്യൂ ഇരിക്കുന്നത്. അപ്പം ഞാൻ അവരെ ഇപ്പം മമ്മൂട്ടിക്ക് 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഇറ്റ്. അപ്പോൾ അതുവേണ്ടി ഞാൻ ആ എഫർട്ടിനെ വേസ്റ്റ് ചെയ്യുന്നത് അപകടകരമാണ്. അങ്ങനെയാണെങ്കിൽ KG ജോർജ് എന്ന് പറഞ്ഞ സംവിധായകനെ ഇന്നും കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. താങ്കൾക്ക് പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്തുകൂടെ? പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള പ്രൊഡ്യൂസർമാരില്ല. പിന്നെ രണ്ടാമത് എൻ്റെ ഒരു താരമൂല്യം, സംവിധായകൻ എന്നുള്ളതിൽ എൻ്റെ ഒരു താരമൂല്യം എന്ന് പറയുന്നത് ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സത്യം പറയുകയാണ്, കലാകാരൻ ഒരിക്കലും റിട്ടയർമെൻറ്റ് ഇല്ലല്ലോ സാർ. റിട്ടയർമെൻറ്റ് ഇല്ല എന്ന് തീർത്തും പറഞ്ഞുകൂടാ. എങ്കിലും സെർട്ടൻ കൈൻഡ് ഓഫ് റിട്ടയർമെൻ്റ് ഉണ്ട്. നടന്മാർക്കില്ല എന്ന് പറയാം, പക്ഷേ സംവിധായകന്മാർക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് എങ്ങനെ സാർ അത് ടാലി ചെയ്തു? നടന്മാർക്ക് ഉണ്ട്, ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് എന്നാണെന്ന് ചോദിച്ചാൽ സിനിമയുടെ നിർമ്മാണ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം അത്തരം രീതിയിൽ നടന സമയത്തോളം ഏത് സമയത്തും അഭിനയിക്കാൻ സാധിക്കും. പക്ഷേ സംവിധാന സമയത്തോളം അയാൾ ആഗ്രഹിക്കുന്ന സിനിമയുടെ മനസ്സിലുണ്ട്. അത് ഇതുപോലെ പല നടന്മാരെ എത്ര തന്നെ വീണ്ടും എത്ര കിട്ടിയാൽ, മമ്മൂട്ടിയെ തന്നെ വീണ്ടും കിട്ടിയാലും മുഴുവൻ സമയം നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ അടുത്ത് വന്നാലും എനിക്കത് സാധ്യമല്ല. അത് ഞാൻ മമ്മൂട്ടിയെ വെറുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലല്ല. അത് എനിക്കിഷ്ടമല്ല, അത് എനിക്ക് സാധ്യമല്ല. അതിന് ഇങ്ങനെ ആവർത്തനം എന്ന് പറയുന്നത് എന്നെ പറഞ്ഞിട്ടുള്ളതല്ല. എൻ്റെ സിനിമ തന്നെ സൂക്ഷിച്ച് നോക്കൂ, ഓരോ സിനിമയും വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തതയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്തല്ലാതെ ഈ നടന്മാരെ വെച്ചിട്ട് വീണ്ടും സിനിമ ചെയ്യുക എന്നുള്ളതിൻ്റെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സാർ ഇന്നിപ്പോൾ KSFDCയുടെ ചെയർമാനാണ്. എന്തൊക്കെ നൂതനമായ പരിപാടികളാണ് KSFDC ചെയ്യാൻ? അവിടെ സിനിമാ നിർമ്മാണത്തിന് നമുക്ക് നൂതനമായ രീതിയിൽ ചെറിയ കൺസെഷൻസ് കൊടുക്കാം, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, സബ്സിഡി ഒഴിക്കാം. പക്ഷേ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലും സർക്കാരിൻ്റെ ഒരു പരിമിതികളിൽ നിന്ന് മാത്രമേ അത് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് കൊടുക്കുന്നതിലൊക്കെ പരിമിതിയുണ്ട്. അത് എത്ര കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നതല്ലാതെ ഒരിക്കലും കിട്ടത്തില്ല അവർക്ക്. അപ്പോൾ അത് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ അല്ലെങ്കിൽ നിർമ്മാതാക്കളെ, അത് ഞാൻ മാത്രം ഇരുന്ന സമയത്തുള്ളതല്ല, അത് നേരത്തെ ഉള്ളതല്ല.
ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്ന് ഇപ്പോൾ ആളുകളൊക്കെ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. കാരണം അവിടുത്തെ പുവർ ക്വാളിറ്റി, പിന്നെ അവിടുത്തെ അതുപോലെ തന്നെ ഒരു സമീപനം. അതെ. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്താൻ വെച്ചാലും കാലികമായ പുരോഗതി അവിടെ ആ സ്റ്റുഡിയോയ്ക്ക് ഒന്നും വന്നായിട്ടില്ല. നമുക്ക് ശബ്ദത്തിന് വലിയ പുരോഗതി ഉണ്ടായി. ഇപ്പം പൂക്കുട്ടിയൊക്കെ വന്ന് ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അവിടെ. പക്ഷെ എല്ലാ ഇതും ഫെസിലിറ്റീസ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പക്ഷേ എന്നാലും സാധിക്കില്ല. അപ്പോൾ കാലാനുസൃതമായ മാറ്റത്തെ ഉൾക്കൊള്ളാൻ KSFDCക്ക് കഴിയുന്നില്ല. അത് കഴിയുന്നില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഞങ്ങളെപ്പോലുള്ള അത് തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിക്കാത്തത്. ഇത് സാധിക്കുന്ന രീതിയിൽ പണം ഒന്നാമത് വരും. സിനിമയ്ക്ക് നല്ല സിനിമയ്ക്ക് പണം മുടക്കണം. അതെ. അപ്പോൾ അത് ആരെടുത്ത് കഴിഞ്ഞാലും, നിങ്ങളെടുത്ത് കഴിഞ്ഞാലും, ഞാനെടുത്ത് കഴിഞ്ഞാലും നല്ല സിനിമയ്ക്ക് നമ്മളതിൻ്റെ മാക്സിമം പൈസ സ്പെൻഡ് ചെയ്ത്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ നോക്കൂ. അടൂർ ഗോപാലകൃഷ്ണനുള്ള എനിക്കുള്ള ബഹുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ എന്ത് ചെയ്താൽ പോയി കഴിഞ്ഞാലും താൻ ചെയ്യുന്ന കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. അതിന് മാക്സിമം എത്ര വേണം, ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷമേ അദ്ദേഹം പോകത്തുള്ളൂ. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് മറ്റ് പലരെക്കാളും വളരെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്നും അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഡയറക്ടറാണ്, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഡയറക്ടറാണ്. പിന്നെ ഏത് സിനിമ എടുത്താൽ അയാൾക്ക് അവാർഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പരദൂഷണമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും അയാൾ ഒരു ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സിനിമ എന്ന് പറയുന്ന അവാർഡും കിട്ടും, എല്ലാം കിട്ടുമെന്നുള്ളത് വലിയ കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കരുതുന്നു. അത് പിന്നെ അത് തന്നെയല്ല, അയാൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്ത ഡയറക്ടറാണ്. അത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആദ്യം ഫാൽക്കെ അവാർഡ് കിട്ടുന്ന ഡയറക്ടറാണ്. അപ്പോൾ ആ രീതിയിൽ പല രീതിയിൽ പ്രത്യേകതകളുടെ ആളാണ്. ഒരുപാട് വിശേഷണങ്ങളും അർഹിക്കുന്നു. അതെ അതെ. മലയാള സിനിമയിൽ ഒരു തിരുത്തൽ ശക്തിയായി കടന്നു വന്ന ശ്രീ KG ജോർജ് എന്തുകൊണ്ട് KSFDCയിൽ ഒരു തിരുത്തൽ ശക്തിയായി മാറുന്നില്ല? KSFDCയിൽ ഞാനിരിക്കുന്നത് അത് തിരുത്താമെന്നുള്ളൊരു പരോക്ഷമായ ആഗ്രഹം പോലും എനിക്കില്ല. അവിടെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ടീവ് പവറുള്ള ചെയർമാൻ അല്ല, ജസ്റ്റ് ഒരു റബ്ബർ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ റബ്ബർ സ്റ്റാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു തെറ്റുമില്ല. പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലരും അവിടെ വന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം.